പ്രൈസ് ദി ലോർഡ്. നല്ല തന്നെ ബ്രദേഴ്സ്, ഇവർ പറയാനുള്ള കാര്യമുണ്ടേ, നമ്മളിങ്ങനെ വചനങ്ങൾക്കനുസരിച്ച് നമ്മളെ രൂപപ്പെടുത്തണം. ഇപ്പം ഓരോ വചനവും വായിച്ചിട്ട് നമ്മളെ അതിങ്ങനെ രൂപപ്പെടുത്തണം, പതുക്കെ പതുക്കെ രൂപപ്പെടുത്തണം എന്ന കാര്യമേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ബൈബിളിൽ നിന്ന് ഒരു നാല് വചനം പറയാം. അപ്പോൾ ഈ 4 വചനം കേൾക്കുമ്പം 4 വചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ ഓരോ കാര്യവും പറയുമ്പം, അല്ലെങ്കിൽ ഈ ഓരോ വചനം ഈ 4 വചനവും പഠിക്കണം. എന്നിട്ട് ഇത് നമ്മുടെ ഉള്ളിൽ ഈ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിങ്ങനെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ അതിനെങ്ങനെ ആ കാര്യങ്ങളെ അങ്ങ് ഹീൽ ചെയ്ത് വിടണം. അങ്ങനെ ഹീൽ ചെയ്ത് ഇങ്ങനെ വിടുമ്പം അതിനെ നമ്മൾ ഉപേക്ഷിച്ച് കളയുമ്പോഴേക്കും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഈ വചനത്തിൻ്റെ ഒരു ഫോർമേഷൻ നമ്മുടെ ലൈഫിൽ നടക്കും. ഈ വചനത്തിൻ്റെ ഫോർമേഷൻ നടക്കും. അത് നമ്മളെ ശരിക്കും ക്ലീൻ ചെയ്യും. സോ വചനം പറയുവാണേ, എഫെസ്യസ് 4:31, സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ക്ഷോഭം, വിദ്വേഷം, ആരുടെ വിദ്വേഷമുണ്ടോ? ക്രോധം, ഈ പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുമോ? അട്ടഹാസം, ഒട്ടിച്ചിരിക്കുമോ? ഓരോ കാര്യങ്ങളിങ്ങനെ ചുമ്മാ അനാവശ്യമായിട്ടേ അട്ടഹാസം, ദൂഷണം, എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഏതൊക്കെ കാര്യങ്ങളെന്ന് കണ്ടല്ലോ. അടുത്ത വചനം എഫെസ്യസ് 5:4, മ്ലേച്ഛത, വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല, പകരം കൃതജ്ഞതാസ്തോത്രമാണ് ഉചിതം. മ്ലേച്ഛത കാര്യങ്ങൾ പറയുക, വ്യർത്ഥഭാഷണം, ലൂസ് ടോക്ക്, പ്രത്യേകിച്ച് വാല്യമില്ലാത്ത സംസാരം, മ്ലേച്ഛത, വ്യർത്ഥഭാഷണം, ചാബല്യം, ചുമ്മാ നമുക്ക് യോജിച്ചതല്ല, കൃതജ്ഞതാസ്തോത്രമാണ് ഉചിതം. എഫെസ്യസ് 5:4, എഫെസ്യസ് 4:31, സകല വിദ്വേഷം, ക്ഷോഭം, ക്രോധം, അട്ടഹാസം ഉപേക്ഷിക്കുവിൻ. ഇനി കൊളോസസ് 3:5, നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. അസന്മാർഗികതയുണ്ട് ഇതിനകത്ത്. അസന്മാർഗികത, ഒരു അശുദ്ധി, മനക്ഷോഭം, ഉള്ളിലുണ്ടാകുന്ന ക്ഷോഭം, ദുർവിചാരങ്ങൾ നശിപ്പിക്കുവിൻ. കാരണം ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നതാണ് എന്ന് ഞാൻ പറയുന്നത്. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങി വർജിക്കുവിൻ. അമർഷം, ഒരു കാര്യങ്ങൾ കാണുമ്പോൾ അമർഷമുണ്ടല്ലോ, അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. കൊളോസസ് 3:5-8 വരെ. 1 പത്രോസ് 2:1, എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കും. തിന്മ, വഞ്ചന, കാപട്യം, അസൂയ, അപവാദം ഉപേക്ഷിക്കും. ഈ 4 വചനം പഠിച്ചോ, ഉറപ്പായിട്ടും ലൈഫിൽ ഹീലിംഗ് ഉണ്ടാവും. ആമേൻ.